തകടിയല്ലേ? തകടിയൊക്കെ അവിടെ നിൽക്കുന്നത് അതായിരിക്കും ചിലവ്. അതങ്ങനെ നമ്മളോട് ചാടാ. പ്രായമുള്ള മനുഷ്യനാണോ ഇല്ലേ? പപ്പി പോലെ അതായത് പ്രായമുള്ള പുള്ളി ഇവിടുത്തെ ആ പുള്ളി ആ ടവലിങ് വന്നേരം ആ ചുവന്ന ടവലുണ്ടോ അവിടെ? ഇതേ നിറയെ ഇത് രോമം പോലെ അഴിച്ചു നിൽക്കുക. ചുവന്ന ടവല് വേറെ ഉണ്ടോ? ഒരു വണ്ടിയേ ഉള്ളൂ. 88 ആ 11:30 മണിക്ക് മുമ്പായിട്ടേക്ക് വരാം. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. നീ ആരെന്നാ പറഞ്ഞു? ആരാണ്ട് പറഞ്ഞു
ആര് എവിടെ കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് എന്നിനും ആശ്വസിപ്പിച്ചു കൊള്ളുകയും കരുണ നിറഞ്ഞ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ മുഖം ഉയർത്തുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആശ്വസിപ്പിക്കുന്നതായുള്ള ദൈവത്തിന്റെ വചനം ദൈവമേ, നീ ഞങ്ങളുടെ ഉള്ളിൽ പ്രതിധ്വനിക്കുവാൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് ദാനമായി തരുന്ന കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ ഭാരങ്ങളുമായിട്ട് വരികയാകുന്നു. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഇന്ന് വേർപെടുമ്പോൾ ദുഃഖവും പ്രയാസവും സങ്കടവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവേ, ഞങ്ങളുടെ വേദനകൾ നീ അറിയുന്നല്ലോ, ഞങ്ങളുടെ സങ്കടങ്ങൾ നീ അറിയുന്നല്ലോ. പ്രിയപ്പെട്ട അച്ചായന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്നേഹിക്കുവാൻ, സ്നേഹിക്കപ്പെടുവാൻ, വളർത്തുവാൻ, നൽകുവാൻ, സ്വീകരിപ്പാനൊക്കെ നിന്റെ ദാസന് ഇട നൽകി. കർത്താവേ, നിന്റെ ദാസൻ പ്രിയം വെച്ചതായിട്ടുള്ള സന്നിധിയിലേക്ക് നിന്റെ ദാസനെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. പ്രത്യാശയോടുകൂടെ കർത്താവെ, പ്രിയ അച്ചായനെ ഞങ്ങൾ യാത്ര പറയുവാൻ കർത്താവെ നീ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നല്ലോ. നീ ഭയപ്പെടേണ്ട മകനെ, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്തവനായ കർത്താവെ, ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് മധ്യത്തെ, ഞങ്ങളുടെ വേദനകൾക്ക് മധ്യത്തിൽ നിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് അരുളി ചെയ്തവനായ ദൈവമാണല്ലോ. ദൈവമേ, പ്രിയ മക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ അമ്മച്ചി നിന്റെ കരങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, ഈ ദുഃഖം താങ്ങുവാനായിട്ടുള്ള കഴിവ് നിന്റെ മകൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അടുത്തുള്ള കരങ്ങളാൽ നീട്ടി കർത്താവെ നിന്റെ മകൾ നീ തലോടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പ്രിയമക്കളെ എല്ലാവരും നിന്റെ കരങ്ങൾ സമർപ്പിക്കട്ടെ. ആശ്വാസം നൽകി നീ പരിപാലിക്കണമേ കർത്താവെ. പ്രിയ ബന്ധുക്കളായിട്ട് വന്നു ചേർന്നിട്ടുള്ളവർ, അകലെയും അടുത്തുനിന്ന് വന്നിട്ടുള്ളവർ, അയൽക്കാരായിട്ടുള്ളവർ, പ്രിയപ്പെട്ടവരൊക്കെയും ഒത്തുചേർന്നിരിക്കുന്നുള്ള ദൈവമേ, സന്തോഷത്തോടുകൂടെ പ്രിയദാസനെ യാത്രയ്ക്കുവാനായിട്ട് ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വരേണ്ടവരെയൊക്കെ നീ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. കർത്താവേ, ഇന്ന് നടക്കുന്ന ശുശ്രൂഷയിലെല്ലാം നിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദേഹദേഹികൾക്ക് നീ ശക്തി തരണമേ, ബലം തരണമേ. തുടർന്നുള്ള നിമിഷങ്ങൾ നീ ഞങ്ങളോടുകൂടെ ഇരുന്നാട്ട് പ്രിയപ്പെട്ടവരെല്ലാം നീ ആശ്വസിപ്പിച്ചാട്ട് കർത്താവേ. യേശുവിന്റെ പക്കൽ ആശ്വാസമുണ്ട്.
അവന്റെ പക്കൽ ആശ്വാസമുണ്ട്. അവൻ കണ്ണുനീരിനെ തുടയ്ക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ പ്രിയദാസനെ യാത്ര ചെയ്യിപ്പാനായിട്ട് നിന്റെ മക്കളെ നീ ഒരുക്കണമേ. യേശുദമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. അവിടെ രണ്ട് ഇവിടെ ഉണ്ടല്ലോ. അയ്യോ എന്റെ പശു, എന്റെ പശു, എനിക്കിത് വയ്യ, എനിക്ക് വായിക്കാൻ വയ്യ. എന്റെ ഭർത്താവേ, എനിക്കിത് കാണാൻ വയ്യല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പറ്റുന്നോ ഈ കടങ്ങിൽ ഈ എന്റെ കൊച്ചു അറിയാമെന്ന് പറ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹബലിയിടും രക്ഷകൻ സന്നിധാനന്ദ കൂട്ടരെ കാണും നല്ലോ.
രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു.
ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. പ്രാർത്ഥിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമായിരിക്കുന്ന നല്ലവനായ കർത്താവേ, സ്വർഗപിതാവേ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നുവെന്നും ഞങ്ങളുടെ ദൈവമാകുന്നുവെന്നും ഞങ്ങളെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തല്ലോ. മനുഷ്യരുടെ ദിവസങ്ങൾ പുല്ലുപോലെ മാഞ്ഞു പോകുന്നു എന്ന് ഞങ്ങളെ നീ പഠിപ്പിക്കുന്നല്ലോ. 7-10 ഏറെയായാൽ 80 മാത്രം കർത്താവേ, അതിന്റെ പ്രതാപം പ്രയാസമാവും ദുഃഖമാവുന്നു എന്ന് ഞങ്ങളെ നീ കേൾപ്പിച്ചല്ലോ. എന്നാൽ ആ ദുഃഖത്തിന്റെ താഴ്വരയ്ക്ക് അപ്പുറമായിട്ട് പ്രത്യാശയുടെ കവാടം നീ ഞങ്ങൾക്ക് തുറന്ന് നിന്റെ ഉയർപ്പിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുക. നിന്നെ നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, നിന്റെ ഉയർപ്പിലാൽ മറ്റൊന്നിനും ഞങ്ങൾക്ക് ആശ്രയിക്കുവാനായിട്ടില്ലല്ലോ. മരിച്ചവരെന്ന് ആദ്യ ഫലമായിട്ട് നീ ഉയർത്തുന്നതെങ്കിൽ ഞങ്ങളൊക്കെയും ഉയർത്തുന്നവരാകുന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ ഓരോ ദിവസവും വിശ്വാസ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികളായിട്ട് ഞങ്ങളൊക്കെയും ആയിരിക്കുകയാണല്ലോ. ജീവിതത്തിന്റെ ആയുസിന്റെ ദിവസങ്ങളിലൊക്കെയും അത് ഓർക്കുവാനും ധ്യാനിക്കുവാനും ദൈവവിശ്വാസത്തിൽ ഓരോ നിമിഷവും ചെലവിടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ ഇടയാക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആകുലത്തിൽ, പ്രയാസത്തിൽ, ദുഃഖത്തിൽ ചുറ്റുപാടുകളൊക്കെ കൈമലർത്തി കാണിക്കുമ്പോൾ അവിടുന്ന് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു ദൈവമാകുന്നുവല്ലോ. കർത്താവേ, നീ സ്നേഹത്തോടെ ഞങ്ങളെ നോക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെ ഭാരം ഞങ്ങൾക്ക് മാറിത്തരുന്നല്ലോ. നിന്റെ ദിവ്യ സമാധാനമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സമാധാനം നൽകുവാനായിട്ട് പര്യാപ്തമല്ലല്ലോ. ആ ദിവ്യ സമാധാനം ലോകത്തിന്റെ ശക്തികൾക്കൊന്നും എടുക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ആ നിത്യമായ സമാധാനം ഞങ്ങളുടെ ഒക്കെ ഉള്ളിൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്കൊക്കെയും നൽകണമേ. പ്രത്യേകാൽ ഈ കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രിയപ്പെട്ട മകന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ സംവത്സരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അധ്വാനിക്കുവാനും കർത്താവെ ആരോഗ്യത്തോടെ ജീവിക്കാനും ഒക്കെ നീ ഇടയാക്കിയല്ലോ. എന്നാൽ ഈ ലോക ജീവിതത്തിന്റെ ദിവസങ്ങൾ പൂർത്തീകരിച്ചപ്പോൾ നിന്റെ സന്നിധിയിലേക്ക് നീ വിളിച്ചു ചേർത്തു. എന്നാൽ എന്തുകൊണ്ട് എന്നോ എന്തിനെയെന്ന് ചോദിക്കുവാൻ മനുഷ്യരായ ഞങ്ങൾക്ക് ആർക്ക് യാതൊരു അവകാശമില്ലല്ലോ. കുശവന്റെ കയ്യിലെ കള്ളിമണ്ണ് പോലെ ഇരിക്കുന്ന നീ ഞങ്ങളെ കർത്താവെ നിന്റെ ഇഷ്ടമനുസരിച്ച് മെനയപ്പെടേണ്ടവരാണല്ലോ. അതുകൊണ്ട് കർത്താവെ, നീ ഞങ്ങളെ എങ്ങനെയൊക്കെ ആക്കിയാലും അതിന് ഞങ്ങൾ കർത്താവെ മനസ്സുള്ളവരാകുന്നു പറയുവാനും നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയുവാനും ഞങ്ങൾക്ക് എല്ലാ നിമിഷങ്ങളിലും സഹായിക്കണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ദാസൻ നിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഈ സമയത്ത് ആ ദാസനെ സന്തോഷത്തോടെ യാത്ര ചെയ്യാനുള്ള മനോബലം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രത്യേക ഈ കുടുംബത്തിലെ മകൾക്കും അവരുടെ മക്കൾക്കും കൊച്ചുമകൾക്കും ഒക്കെ അവിടുന്ന് കൊടുക്കണമേ. സഹോദരങ്ങൾക്കൊക്കെ അത് കൊടുക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവെ, അവിടുന്ന് താലോറിയില് പാപത്തെ മാത്രമല്ല മരണത്തെ തോൽപ്പിച്ച ദൈവമാണല്ലോ കർത്താവെ. മരണത്തെ തകർത്ത് ജീവിക്കുന്ന കർത്താവിനെ ആശ്രയിക്കുന്നുണ്ടാകുന്നത് കർത്താവെ. ഈ ലോകത്തിന്റെ ആശ്വാസങ്ങൾക്ക് ഒരു പരിധിക്ക് അപ്പുറമായിട്ട് ഞങ്ങളെ അനുഗമിക്കുവാനായിട്ട് സാധ്യമല്ലോ. എന്നാൽ അവിടുത്തെ ആശ്വാസം ഞങ്ങൾക്കെല്ലാം ഇപ്പോഴും കടം തരുന്ന ആശ്വാസമാണല്ലോ. ഈ പ്രിയപ്പെട്ട ദാസിന്റെ ധന്യകാല അനുഭവം കർത്താവെ ഞങ്ങൾക്കൊക്കെ ലഭിച്ച എല്ലാ വിധത്തിലുള്ള സഹകരണത്തിനും സ്നേഹത്തിനും ഒക്കെ നിന്നെ സ്തുതിക്കുന്നു. ദേശത്തിൽ ലഭിച്ച, ചുറ്റുപാടുകൾ ലഭിച്ച, കുടുംബത്തിൽ ലഭിച്ച എല്ലാ വിധത്തിലുള്ള സഹകരണത്തിനായിട്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ സന്നിധിയിലേക്കുള്ള വേർതിരിച്ചപ്പോൾ കർത്താവെ, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാതെ നിന്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടെ യാത്ര അയക്കുവാനും ഈ ദാസന് ഞങ്ങളിലേക്ക് മടങ്ങി വരികയില്ല എങ്കിലും ഞങ്ങൾക്കൊരിക്കലായിട്ട് ഈ ദാസൻ ഇരിക്കുന്ന സ്ഥാനത്ത് പോയി അദ്ദേഹത്തെ കാണാമെന്നുള്ള വിചാരത്തോടെ യാത്ര അയക്കുവാനും നീ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാങ്ങിപ്പോയവരാരും ഞങ്ങളിലേക്ക് നീ കടന്നു വരത്തില്ലല്ലോ കർത്താവെ. എന്നാൽ ഞങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് അവരെ യാത്ര അയക്കുവാൻ ഇടയാകുന്ന പോലെ ഞങ്ങളെ യാത്ര അയക്കപ്പെടേണ്ടവരാണല്ലോ. ആ ഉത്തമമായ ബോധ്യത്തിൽ ഓരോ മണിക്കൂറും ജീവിക്കാൻ, ഓരോ നിമിഷവും ചെലവിടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണ്ടെങ്കിൽ
ആൾക്കാരോട് കൊണ്ടുവന്ന സ്ത്രീകൾ വരുന്നു. മുന്നോടിയായിട്ട് ഓരോരുത്തർ സംസാരിച്ച് കഴിഞ്ഞ ശേഷം ഗാനങ്ങൾ പാട്ട് പാടാം. അതിനുശേഷം പറയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളിൽ നിന്ന് കടന്നു പോയിരിക്കുന്നതായ നമ്മുടെ സഹോദരൻ നമ്മളിൽ നിന്ന് ഈ ലോകവുമായിട്ടുള്ള യാത്ര പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ലോകവുമായിട്ടുള്ള യാത്ര പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് അടുത്തൊരു ലോകമുണ്ട്, നമുക്ക് അടുത്ത ആശ്വാസം തരുന്നതായ വേറൊരു നക്ഷത്ര ഗോളമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നിന്ന് അനേക ഗോളങ്ങൾ കവർ ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഈ യേശു കർത്താവ് വെച്ചിരിക്കുന്നതായ ഒരു ഗോളത്തിലേക്ക് നമ്മൾ ചെന്ന് ചേരുകയാണ്. അവിടാണ് നമ്മുടെ ജീവന്റെ ആശ്വാസം നമുക്ക് നൽകുന്നത്. നമ്മൾ വളരെ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ടു ഈ ഭൂമിയിൽ വന്നു, ഈ ഭൂമിയുമായിട്ട് അധ്വാനിച്ച് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധപ്പാടുകളൊക്കെയും വളരെ അരാജകത്തിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു. ഈ അരാജകത്തിൽ ജീവിച്ചതായ നമ്മുടെ ഓരോ കാലയളവുകളും നമ്മൾ ഓർക്കണം. ഈ പഴയ കാലങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആഹാരത്തിന് മാർഗമില്ലാത്തതായ ഒരു കാലയളവിൽ നമ്മൾ ജീവിച്ചു. ആ കാലയളവിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരം എപ്പോൾ ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്നുള്ള ആ ഒരു കഷ്ടപ്പാടിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഭൂമിയുമായിട്ട് വളരെ കഷ്ടപ്പെട്ടവരാണ്. അതേസമയത്ത് നമ്മുടെ ഈ ഇവിടെ നിന്ന് കടന്നു പോയിരിക്കുന്നതായ നമ്മുടെ ആച്ചായൻ അക്കരെ താമസമായിരിക്കുന്ന കാലയളവിൽ മഴ പിടിക്കുന്ന സമയത്ത് ഈ തോട് വഴി കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വർഷങ്ങളായിട്ട് അവിടെ താമസമായി. ഞാനും അതിന് മുകൾ വശത്തായിട്ട് ഞാനും താമസമായി. ഞാനും കയറി പോകുമായിരുന്നു. രായും പകലും ഇല്ലാതെ കൊണ്ട് 2 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അച്ചായനും പോകുമായിരുന്നു, ഞാനും പോകുമായിരുന്നു. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് വളരെ വളരെ അരാജകത്വത്തിൽ ജീവിച്ചു. ഓരോ തൊഴിലുമായിട്ടും ഓരോ ബിസിനസ്സുമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി ജീവിത മാർഗങ്ങളൊക്കെ അന്വേഷിച്ചു. അന്ന് ദാരിദ്ര്യത്തിന്റെ കാലയളവായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കാലയളവ് നമുക്ക് ജീവിക്കാനെ കൊണ്ടുള്ള ഒരു മാർഗമാണ്. ഈ 25 വർഷം നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദാരിദ്ര്യങ്ങളില്ല, കഷ്ടപ്പാടുകളില്ല, ബുദ്ധിമുട്ടുകളില്ല. നമ്മുടെ ജീവിതങ്ങൾ വളരെ ലക്ഷ്യമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ലക്ഷ്യങ്ങൾ ചെയ്യുന്നതെന്ന് നമ്മൾ ആരും നിശ്ചയിക്കുന്നില്ല. നമുക്ക് ഈ ഭൂമിയിൽ കൊണ്ടുപോകാൻ യാതൊന്നുമില്ല. നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപങ്ങൾ നമ്മൾ സ്വർഗത്തിൽ മാത്രമേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് നമ്മൾ എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരാൾ മരിച്ചു, അന്നേരത്തെ വിഷയം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയങ്ങൾ വിട്ടു
ഈ ഭൂമി തൊട്ട് എൻ്റെ ആൾക്കാരെ എനിക്ക് മാത്രം ഞാൻ മാത്രം എന്നുള്ള ആ ഒന്നേന്നുള്ള അത് വിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒന്നായി കാണണം, എല്ലാവരും ഒന്നായി മുമ്പോട്ട് പോകണമെന്നുള്ള ആ ദൈവത്തിന്റെ വിശ്വാസം, ആ ക്രിസ്തുവിന്റെ സ്നേഹം, എല്ലാവരും ഒന്നായി ജീവിക്കണമെന്നുള്ള ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ ഒന്നായി കണക്കൂട്ടണം. നമ്മൾ പ്രിയ പാപ്പച്ചായന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, മക്കള്, വേണ്ടപ്പെട്ടവരെ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ആരംഭമായി എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 116 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിക്കുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഞാൻ വിചാരിക്കുന്നു ഈ പാപ്പച്ചാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയ പരിചയമുള്ളത് ഇവിടെ കടന്നു വന്നിരിക്കുന്നവരിൽ ഞാനായിരിക്കുമെന്ന്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഒരു 6 മണിക്കാണ് ഞാൻ പാപ്പച്ചാനെ പരിചയപ്പെടുന്നത്. ഒരു 10-15 മിനിറ്റ് നേരം ഞങ്ങൾക്ക് ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു. അതിനോടകം പല കാര്യങ്ങളും എന്നോട് പറയുവാനിടയായി. എന്നോട് പറഞ്ഞു, എനിക്ക് വളരെ ബന്ധപ്പാടാണ്, ഞാൻ അടങ്ങിയിരിക്കുകയില്ല. അവസാനം എന്നോട് പറഞ്ഞു നിർത്തിയത്, എനിക്ക് വിശ്രമമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഒരുമിച്ച് ബസ്സേ കയറുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവൻ്റെ വേർപാടിനെ കുറിച്ച് ഞാൻ കേട്ടപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയുണ്ടായി. ഒരു ഭക്തനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണം ഒരിക്കലും ഒരു ദുഃഖത്തിന് ഉളവാക്കുന്ന ഒരു വസ്തുതയല്ല. ഭക്തന്മാർക്ക് മരണത്തിലും പ്രത്യാശയുണ്ട് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ഭക്തനെ പോലെ ജീവിച്ചെങ്കിൽ മാത്രമേ ഭക്തനെ പോലെ ഒരു മരണം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ബൈബിളിൽ എല്ലാവർക്കും സുപരിചിതനായ ബിലയാം എന്ന പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം. ബിലയാമിന്റെ ജീവിതത്തിൽ നല്ല ആഗ്രഹമായിരുന്നു. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ, എന്റെ അവസാനം അവന്റേതുപോലെ ആകട്ടെ എന്ന് ബിലയാം പ്രസ്താവിച്ചു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഭക്തന്റെ മരണം പോലും ഒരു മരണം ബിലയാമിന് ലഭിച്ചില്ല എന്നുള്ളത് ദൈവവചനം അറിയാവുന്ന എല്ലാവർക്കും പ്രത്യേകാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. മരണം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. പ്രത്യേക അത് മാത്രമല്ല, ഇവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷയും പലതന്റെ ആത്മശാന്തിക്ക് ഉതകുന്ന ശുശ്രൂഷയല്ല എന്നുള്ള പ്രത്യേകാൽ പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയ പാപ്പച്ചാൻ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടു. പാപ്പച്ചായന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ഇപ്പോൾ വിശ്രമിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടത്, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ദൈവത്താൽ ഒരുക്കപ്പെട്ടതായ ഭവനം ലഭിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നുള്ള വിലപ്പെട്ട ആശ്വാസ വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകുകയുണ്ടായല്ലോ. അപ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് മരണത്തെ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ടതായ ആവശ്യമില്ല. വേർപാട് ഒരളവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദുഃഖമുളവാക്കുന്നതാണെങ്കിലും അവർക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. പ്രത്യുത നമ്മുടെ ആത്മാവ് നിത്യമായ സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നു എന്നുള്ള ബോധ്യമുള്ള പ്രിയപ്പെട്ടവർക്ക് മരണത്തെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിന്റെ 16 മുതൽ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ പ്രഭാതത്തിന്റെ പൊൻമുലരിയില് പ്രിയ പാപ്പച്ചാനെ നമുക്ക് കാണാം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് വിലപ്പെട്ട പ്രത്യാശ. ആ പ്രത്യാശയുള്ള പ്രിയപ്പെട്ടവർ ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം പാപ്പച്ചാൻ ദൈവസന്നിധിയില് ദൈവഭക്തിയിൽ ജീവിച്ചു, ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം, പാപ്പച്ചാൻ ഇനി നമ്മുടെ അടുക്കിലേക്ക് വരികയില്ല, നമ്മളെ പാപ്പച്ചാന്റെ അടുക്കിലേക്ക് ചെന്ന് പാപ്പച്ചാനെ കാണാം. ദൈവമക്കൾക്കും ഒരു വലിയ പ്രത്യാശയുണ്ട്, അവര് നാളെ ഉണരും എന്നാണ് കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദത്തിന് ശ്രവണ മാത്രയിൽ അവര് ദൈവസന്നിധിയിലേക്ക്
അവന്റെ പ്രതിഫലം പ്രാപിപ്പാനായി കരയേറിപ്പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ ആശ്രയിച്ച് ദൈവികമായ പ്രത്യാശ കൊണ്ട് അവരുടെ ഹൃദയത്തെ ദൈവമായ കർത്താവ് നിറയ്ക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ആസ്വദിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരുണാനിധിയും സ്നേഹവാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, ജീവിത ശോധനകളിൽ അടുത്തുകൊണ്ടുവാൻ കൊള്ളാകുന്ന ഒരു അത്താണിയായി ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്നെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഈ പ്രദേശത്തുണ്ടായ ആത്മീയ ഉണർവിലും ഉത്തേജനത്തിലും ഞങ്ങൾക്ക് വ്യക്തികളായും കുടുംബങ്ങളായും അവിടുത്തെ സന്നിധിയിൽ ദൈവമക്കളെന്നുള്ള പദവിയിൽ എത്തിച്ചേരുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പച്ചന് ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആത്മീയ വേദിയിൽ എത്തിച്ചേരുവാൻ ലഭിച്ച ഭാഗ്യം ഞങ്ങൾ ഓർക്കുകയാണ്. കൃപയാലുള്ള രക്ഷവിശ്വാസത്താൽ സ്വീകരിച്ച ദൈവമക്കളെന്നുള്ള പദവിയിൽ തൻ്റെ ജീവിതം തുടങ്ങുവാനും തുടരുവാനും ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ജീവിത ശോധനകളിലും പ്രശ്നങ്ങളിലും പലപ്പോഴും പിന്മാറ്റത്തിൻ്റെയും തകർച്ചയുടെയും ക്ഷീണത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വന്നേക്കാം. എങ്കിലും ഏൽപ്പിക്കപ്പെട്ടതായ ശുശ്രൂഷകളെ കുറിച്ചുള്ള ആഴമായുള്ള ദർശനത്തിൽ ആരാധനാ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാക്ഷ്യം ഉൾക്കൊള്ളുവാൻ തനിക്ക് സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. മക്കളെ യഹോവ അനുഗ്രഹ ഫലമെന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. പിതാക്കന്മാരോടുള്ള വിലയേറിയ ഒരു വാഗ്ദത്വമാണ് മക്കളെ യഹോവ അനുഗ്രഹം എന്നുള്ളത്. അത് ശ്രദ്ധിക്കുമ്പോൾ തന്റെ ദാസന് ആൺമക്കളെയും പെൺമക്കളെയും ചേർത്ത് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാക്കിയത് നിങ്ങൾ ഓർക്കുകയാണ്. അതുപോലെ ഉദരബലമെന്റെ പ്രതിഫലമെന്ന് മാതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. മാതാവും ദൈവത്തോടൊരു പ്രതിഫലം വാങ്ങിച്ചു എന്നുള്ള സന്തോഷത്തിൽ അവരുടെ കുടുംബജീവിതം ഈ നീണ്ട 67 വയസ്സുവരെയും ജീവിപ്പാൻ അവർക്ക് ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ശരീരത്തിൽ അനാരോഗ്യത്തോടുള്ള ജീവിതമില്ലായിരുന്നു. ആരോഗ്യത്തോടുള്ള ജീവിത വൃത്തങ്ങളിൽ ദൈവത്തിന്റെ കൃപ തന്റെ മേലുണ്ടായിരുന്നു. പരിപാലനം സുരക്ഷിതമായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പലപ്പോഴും ഞങ്ങളുടെ ചിന്തയ്ക്ക് എതിരായി വരുന്ന ആ അനുഭവങ്ങളെ അതിജീവിക്കുവാനുള്ള കൽപ്പ് നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ വിചാരിയാത്ത കഴിഞ്ഞ ദിവസം ഈ പരദേശ പ്രയാണത്തിൽ നിന്റെ ദാസനെ നിന്റെ സന്നിധിയിൽ ചേർത്ത് കൂട്ടായ്മ കൊടുത്ത വലിയ നാമത്തിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. എപ്പോൾ ഞാൻ വന്നു ചേരും പാപ്പച്ചൻ്റെ വേർപാട് ഞാൻ രാവിലെ ഞാൻ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട് ഞെട്ടിക്കുന്ന ഒരു ശബ്ദത്തോടുകൂടെ കേൾക്കുന്നതിനിടയായി. ഒരുപക്ഷെ ഈ മരണം എന്ന് പറയുന്നത് ആരുടെയും ജീവിതത്തിൽ മാറ്റപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ജനനത്തോടുകൂടെ തന്നെ അതിനെ അനുധാവനം ചെയ്യുന്നതായ ഒരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു ഉറപ്പ് നമ്മളുടെ ജീവിതത്തിലുണ്ട്. ഈ ആമോസിന്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, മരണം നിശ്ചയമുള്ളതാകിയാൽ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊടുക്കാം. നിശ്ചയമായിട്ടും ജനിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുമെന്നറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഇതാണ് ദൈവശബ്ദം. 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കുക. ഈ വഴി എന്ന് പറയുന്നത് ഒരു നിലവിളിയോടുകൂടെ ഈ ഭൂമിയിലേക്ക് വന്നു, വേറൊന്നോടുകൂടെ ഇവിടെ മാറ്റപ്പെടുന്ന ഈ വൈതരണി നിറഞ്ഞ ലോകജീവിതം എന്നങ്ങ് വിവക്ഷിച്ചാൽ
ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ നശിച്ചു പോകാതിരിക്കണം. അതിനെന്ത് ചെയ്യണം? പുത്രനെ ചുംബിക്കണം. അതാണ് ഞാൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ഒരു 45 വർഷങ്ങൾക്ക് മുൻപ് കൃപയാലുള്ള രക്ഷ വിശ്വാസത്താൽ സ്വീകരിച്ച ഒരു ദൈവവേദമുള്ള മാന്യതയിൽ വന്നു. കൂട്ടായ്മയുടെ ബന്ധം സജീവമായിരുന്നു. എന്നാൽ ലോകത്തിന്റെ ബൃഹത്തായുള്ള ആവശ്യങ്ങളുടെ മുൻപിൽ വന്നപ്പോൾ പലപ്പോഴും താളം തെറ്റിയ ജീവിതങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് അടുത്ത് വരുമ്പോൾ ഒരിക്കൽ ലഭിച്ച ആ അനുഭവം ജീവിതത്തിൽ ആവർത്തിക്കുവാൻ എന്റെ കുടുംബ പ്രാർത്ഥനയിൽ തനിക്കിടയായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഈ നാരങ്ങാനം ഇലന്തൂര് പ്രദേശങ്ങളിലെ ചിറക്കടവിൽ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന് 4 ശാഖകൾ. അതിലെ കുരിക്കാട്ടിൽ ശാഖയിൽപ്പെട്ടതായ ഒരു പ്രിയപ്പെട്ടവനത്രേ പാപ്പച്ചൻ. ഈ കുടുംബത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് ചിന്തകളെ ഉൾക്കൊള്ളുന്നു. 50 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പിതാക്കന്മാർ ഒരുമിച്ച് കൂടി ആരംഭിച്ച് ഇതിൻ്റെ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ 1670 ആണ്ടാണ് ഞങ്ങളുടെ അപ്പച്ചന് കാഞ്ഞിരപ്പള്ളി ചെറുക്കടവിൽ നിന്ന് ഇലന്തൂരിൽ വന്നു. അവിടെ തുടങ്ങി ഞങ്ങളുടെ തലമുറകൾ എണ്ണിയാൽ പാപ്പച്ചനും ഞാനും ഒക്കെ 8ാം തലമുറക്കാരനാണ്. ഈ 90ാം സങ്കീർത്തനം മോശ എഴുതുന്ന അവസരത്തിൽ മോശ അബ്രഹാമിൽ തുടങ്ങിയുള്ളതായ 7ാമത്തെ തലമുറക്കാരനായി കാണാൻ കഴിയും. ഈ തലമുറയിൽ വന്നു നിന്ന മോശയ്ക്ക് അഹരോന്റെ വേർപാട് അസഹനീയമായി തോന്നിയ ഒരു അനുഭവം കാണുവാൻ കഴിയും. ഈ പാപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ കുറിച്ചുള്ള ഒരു ബോധ്യം, ഒരു തീരുമാനമൊക്കെ ചെയ്യുവാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികമായുള്ള ഒരുപാട് ട്രസ്റ്റ് ഈ അടുത്ത സമയത്ത് കുഞ്ഞുങ്ങളിൽ കൂടെ തനിക്കുണ്ടായിരുന്നതിൽ നിന്ന് വളരെ വിപുലമായ നിലയിൽ ലഭിച്ചു. അതിൻ്റെ വിനിമയ കാര്യത്തിൽ, സമർപ്പണ കാര്യത്തിലൊക്കെ, പൊതുവായുള്ള ചിന്തകളിലൊക്കെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളുടെ മധ്യത്തിൽ പതറാതെ തന്നെ ഏൽപ്പിച്ച ട്രസ്റ്റിന്റെ മുമ്പിൽ ജീവിക്കുവാൻ തനിക്കിടയായി എന്നുള്ള ജീവിതത്തിൻ്റെ ഒരു സന്തോഷമാണ്. കുഞ്ഞുങ്ങളൊക്കെ തക്ക സമയത്ത് വരികയും കാണുകയും കൂട്ടായ്മയുടെ ബന്ധം ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ കുടുംബ യോഗം എന്നുള്ളതായ നിലയിൽ ഞങ്ങൾക്കുള്ളതായ അനുശോചനം അറിയിക്കുകയാണ്. ഈ പ്രദേശത്ത് നാരങ്ങാനം, തോന്നിയാമല, അന്ത്യാളങ്കാവ് മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഒരു മേഖലയുണ്ട്. ഈ മേഖലയിലുള്ളതായ ഞങ്ങളുടെ ദുഃഖവും കുടുംബയോഗത്തിൻ്റെ പൊതുവായുള്ള ദുഃഖവും ഈ ഭവനത്തെ അറിയിക്കുന്നു. ആ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം ലഭിക്കട്ടെ. ഇല്ല, ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ തന്നത് ഞങ്ങളെ പരമേൽപ്പിച്ചത് ചെയ്തു എന്നുള്ളതായ സന്തോഷത്തോടെ ബന്ധപ്പെടുവാൻ ഇടയാകുന്നു. അതുകൊണ്ട് ദുഃഖാർത്ഥമായുള്ള നമ്മളുടെ ജീവിതചര്യയിൽ ഈ അനുഭവം പതറാതെ സുസ്ഥിരമായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. Yeah.